അത് കാരണം കൊണ്ടല്ല, അപ്പൂസിനെ നിൽക്കുന്ന കാരണം കൊണ്ട്. എന്താ അവിടെ? അങ്ങോട്ട് ജിമ്മി. ഹലോ പെറ്റ് ലവേഴ്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടിരിക്കാന്ന് വിശ്വസിക്കുകയാണ്. ഞാൻ എൻ്റെ മക്കളും എന്നും പറയണ പോലൊക്കെ തന്നെ ഒത്തിരി ഹാപ്പിയാണ് കേട്ടോ. പിന്നെ എല്ലാവരും ഇപ്പോൾ ഇന്ന് രാവിലത്തെ വീഡിയോ കണ്ടപ്പോൾ നമ്മളെ കുറേ പേരെ കോൺടാക്ട് ചെയ്തു. എന്നുവെച്ചാൽ കുറേ മെസ്സേജുകൾ വന്നു കേട്ടോ. നമുക്ക് പേഴ്സണലി കുറേ മെസ്സേജ് വന്നു. നമ്മളിന്ന് രാവിലെ ഇന്നൊരു സുന്ദരിമണീനെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞൊരു പേരിടാനായിട്ട്. അപ്പൊ ആ സുന്ദരിക്ക് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗോപുമായിട്ട് ഭയങ്കരമായിട്ട് സിമിലാരിറ്റി ഉണ്ട് എന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ആളാണെന്ന് മനസ്സിലായില്ലേ? ഇതാണ് ആള്. മൂപ്പര് നമ്മുടെ ഗോപുമായിട്ട് ഭയങ്കരമായിട്ട് സിമിലാരിറ്റി ഉണ്ട്. കണ്ട ഈ സുന്ദരിമണിക്ക് കണ്ട അവളുടെ ഫേസ് ആണെങ്കിലും എന്താ പറയാ, കുറെ കാര്യങ്ങൾ നമ്മൾ ഗോപുമായിട്ട് ഭയങ്കരമായിട്ട് സിമിലാരിറ്റിയാണ്. അപ്പൊ അത് കാരണം കൊണ്ട് ഗോപുവിൻ്റെതായിട്ടുള്ള എന്താ പറയാ ഒരു അറ്റാച്ച്മെന്റ് ആയിട്ടുള്ള ഒരു പേര് വേണമെന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ എനിക്ക് എന്താ പറയാ ഗോപിക എന്ന് പറഞ്ഞ പേരൊക്കെ ഇങ്ങനെ വന്നു, ഗോപിക എന്നൊക്കെ ഉള്ളൊരിത്. പക്ഷെ ഞാൻ അങ്ങനത്തെ ഒരു പേരല്ല കേട്ടോ ഉദ്ദേശിച്ചത്. കുറച്ചും കൂടെ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു പേര് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അച്ചു അതുപോലത്തെ അങ്ങനത്തെ ഒക്കെ നല്ല ക്യൂട്ടായിട്ടുള്ള പേരുകൾ, നമ്മൾ അങ്ങനത്തെ പേരുകളാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഇന്ന് താഴെ വീഡിയോയുടെ താഴെ കമന്റ് ഇട്ടോട്ടാ. എന്ന് വെച്ചാൽ നമ്മൾ രാവിലെ ഇട്ട വീഡിയോയുടെ താഴെ അങ്ങനെ അധികം കമന്റ്സ് ഒന്നും കണ്ടില്ല. ഞാൻ അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ആ സംഭവം സ്റ്റോറി ആയിട്ടുണ്ടായിരുന്നു. അതിൽ കുറെ കമന്റുകൾ, ഇഷ്ടം പോലെ കുറെ പേരുകളൊക്കെ വന്നു, കുറെ ഫണ്ണി ആയിട്ടുള്ള പേരുകളൊക്കെ വന്നു. പക്ഷെ എനിക്കതൊന്നും ഇഷ്ടമായില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും നല്ലൊരു പേര് സജസ്റ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും എന്നോട് പറയാം. അപ്പൊ അങ്ങനെ ആ ഒരു പേരാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഇപ്പൊ നമ്മളുടെ ഇവിടുത്തെ എല്ലാവരുടെയും പേരുകളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. കണ്ടോ, ഇപ്പൊ അതായത് നമ്മുടെ അപ്പൂസ്, അമ്മ കുഞ്ഞി, ലൂയിനെ പിന്നെ നമ്മൾ ഓൾറെഡി ഇതാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ജിമ്മിച്ചൻ, സാഷ പെണ്ണ്, ഇഷ, പിന്നെ കിങ്ങിണി കുട്ടി, ഇവർക്കൊക്കെ നമ്മള് ഇങ്ങനത്തെ പേരിടുന്നതുകൊണ്ട് അപ്പൊ അങ്ങനത്തെ ആ ഒരു രീതിക്കാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ ഇന്ന് ആദ്യം കാണിക്കാൻ പോണത്, നമ്മള് കുറച്ച് ദിവസമായിട്ട് ഭയങ്കര കംപ്ലൈന്റുകൾ കേൾക്കുന്നുണ്ട്. വേറെ ഒന്നല്ല കേട്ടോ, നമ്മള് ഗോപുവിനും അവരെ എല്ലാവരും നമ്മൾ എന്തുകൊണ്ട് പുറത്തു വിടണില്ലാന്ന്. എനിക്കറിയാം 4-5 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് അറിയാം. 4-5 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മള് അവരെ പുറത്തേക്ക് വിടാം, അവരെ മറ്റുള്ള ആൾക്കാരായിട്ട് സമ്പർക്കം കുഴപ്പമില്ല എന്നൊന്നും നമുക്കറിയാം. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഇവിടെ കുറച്ചും കൂടെ പ്രിക്കോഷൻ എടുക്കണം. കാരണം ഇതൊരു ഷെൽട്ടർ ഹോമാണ്. എന്താ പറയുക, വയ്യാത്ത കുഞ്ഞുങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. പെട്ടെന്ന് എന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ അത് കാരണമാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ 7 മക്കളെ നമ്മൾ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്തേക്കാം. കാരണം പെട്ടെന്നായിരിക്കും സ്പ്രെഡ് ചെയ്യുക. അപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ പോലെ തന്നെ ഇപ്പോഴത്തെ ചൂട്, ഇവിടുത്തെ ക്ലൈമറ്റ് നല്ല രീതിക്ക് ചൂടായ കാരണം കൊണ്ട് ഇപ്പൊ നല്ല രീതിക്ക് ഇപ്പൊ എല്ലാവർക്കും അറിയാം നല്ല ചൂട് സമയമാണ്. അപ്പൊ പാർവോ വൈറസ് പെട്ടെന്ന് സ്പ്രെഡ് ആവും. അത് കാരണം കൊണ്ടാണ് നമ്മൾ ഡിവാർമിങ് ചെയ്യിപ്പിച്ച് എന്താ പറയാ കറക്റ്റ് വാക്സിനേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ അവരെ എടുക്കണുള്ളൂ. അപ്പോൾ ഞാൻ സമയം കളയുന്നില്ല. നമ്മുടെ മക്കളെ നമ്മൾ വേഗം തന്നെ പുറത്തേക്ക് എടുക്കാട്ടാ. ഇങ്ങോട്ട് വാ. അപ്പോ എല്ലാവർക്കും എന്താ പറയാ, നമ്മള് ഇപ്പൊ റീസെന്റ് നമ്മൾ ഇന്ന് രാവിലെ നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവരെ ഈ ഒരു അകത്താണ് നമ്മൾ അഴിച്ചുവിടണേ, ഈ ഒരു ഹോളില് ഗോപുവിനെയും അപ്പൂസിനെയും ടെഡീനെയും നന്ദൂട്ടീനും ഒക്കെ. അപ്പൊ അതെ ഇവരെല്ലാരും ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പൂച്ചി അവിടെ നോക്കി നിൽക്കാട്ടോ. കണ്ടോ, ഇപ്പൊ നിലവില് നമ്മള് 4 പേര് എന്താണ് ഇവിടെ തന്നെ. അപ്പൂസിനൊക്കെ ശരിക്കും പറയാനെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഇതായിട്ട് നിൽക്കുക. എത്രയും പെട്ടെന്ന് എല്ലാവരും കൂടെ ഒന്ന് കളിക്കാനൊക്കെ ആയിട്ട്. കാരണം ഇവന്റെ ശരിക്കും കളിക്കൂട്ടുകാരിയാണ് നമ്മുടെ ആമിപ്പെണ്ണിനെ ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ അപ്പൂസിന്. അല്ല അപ്പൂച്ചി പിന്നെ നമ്മുടെ ഗോപു പിന്നെ ഈ പാർവോ വൈറസ് വന്നു പോയ കാരണം കൊണ്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല രീതിക്ക് ക്ഷീണം കാണും. അപ്പൊ അത് കാരണം കൊണ്ടാണ് ഇവന്റെ ഈ ഒരു പോഷൻ കണ്ടോ നല്ല രീതിക്ക് എല്ല് പൊന്തി. അപ്പൊ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി പാർവോ വന്നു പോയ കാരണം കൊണ്ട് അവൻ ക്ഷീണം ഉണ്ടാവും. പക്ഷെ എന്നിരുന്നാലും അത് മാറും, അത് റിക്കവർ ആവും, കുറച്ച് സമയം എടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. കാരണം പാർവോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കൊറോണ വൈറസ് പോലെയാണ്. കൊറോണ എന്ന് വെച്ചാൽ സ്പ്രെഡ് ആവാൻ എങ്ങനെയാണെന്ന് അറിയില്ല. വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ട്രീറ്റ്മെന്റ് എടുത്തില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആള് കൈ പോകും. അത്രയും ഡേഞ്ചർ പിടിച്ച വൈറസാണ്. എന്ന് വെച്ചാൽ പറയുമ്പോൾ ഭയങ്കര എളുപ്പമാണ്, പക്ഷെ എന്നിരുന്നാലും ശ്രദ്ധിക്കണം. പാർവോ വന്നു കഴിഞ്ഞാൽ എന്തായാലും ശ്രദ്ധിക്കണം. അപ്പൊ അതെ ഇവരെ 4 പേര് നമ്മളിപ്പോ അകത്ത് അപ്പൂച്ചി ടെടിപ്പെണ്ണാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അകത്ത് ഫുള്ള് എല്ലാ സാധനങ്ങളും കടിച്ച് നശിപ്പിച്ച് ഒക്കെ ഒരു പരിവാക്കി വെച്ചേക്കാം. പിന്നെ നമ്മുടെ നന്ദുട്ടിനെയാണ് കുറെ പേര് ചോദിക്കുന്നുണ്ടായിരുന്നത് എന്തായി നന്ദുട്ടിയുടെ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ.
എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. അതെ ഇപ്പൊ എല്ലാരും കണ്ടില്ലേ, കുറുമ്പ് കണ്ടില്ലേ, അല്ല റെഡിയാ. ഈശു ഗോപുവിന്റെ ഇപ്പൊ ഇതേ കണ്ടില്ലേ, നന്ദുട്ടിനെ കണ്ടില്ലേ, നന്ദുട്ടിയൊക്കെ ഓക്കെ ആയി, ഇപ്പൊ സെറ്റായി. ഞങ്ങള് ഗുഡ് ഗേളായി. ഇപ്പൊ ഞങ്ങൾക്ക് കുറുമ്പ് കൊടുക്കാറുണ്ട്. ഇപ്പൊ ഞങ്ങൾക്ക് ജോണിന്റെ റൂമിൽ ഉണ്ടാകുന്ന കുറച്ച് ബോക്സിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, സ്ക്രൂ ഡ്രൈവർ സാധനങ്ങളൊക്കെ. അതൊക്കെ രാവിലെ ആകുമ്പോഴേക്കും കടിച്ച് നശിപ്പിച്ച് പൂരപ്പുറമ്പാക്കിയിട്ടുള്ളതാണ് നമ്മുടെ നന്ദുട്ടിയുടെ ഇപ്പോഴത്തെ മെയിൻ പണി. പിന്നെ അതെ നമ്മുടെ ഗോപുവിന്റെ ഇപ്പൊ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാനായിട്ട് ഇനി ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീക്കിൽ തന്നെ, ഇന്ന് ചൊവ്വാഴ്ച, നമ്മളൊരു വെള്ളിയാഴ്ച ശനിയാഴ്ച ഒക്കെ ആകുമ്പോൾ എല്ലാവരും ഡിവാം ചെയ്യിപ്പിക്കും. എന്നിട്ട് തിങ്കളാഴ്ച ഒക്കെ ആകുമ്പോൾ എല്ലാവർക്കും വാക്സിനേഷൻ കറക്റ്റ് ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ എല്ലാവരും പുറത്തേക്ക് വിടുക. എല്ലാവർക്കും വിഷമമുണ്ടെന്ന് അറിയാം, കാരണം എനിക്കും നല്ല ആഗ്രഹമുണ്ട് ഇവരെല്ലാവരും നമ്മുടെ മക്കളുടെ ഒപ്പം ഓടിച്ചാടി കളിക്കണം എന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇപ്പൊ നമ്മൾ ചെയ്യണത് അത്ര ശരിയായിട്ടുള്ള സമയമല്ല. അത് കാരണം കൊണ്ടാണ്. അല്ല ഗോപുവിന് കുഴപ്പമുണ്ടോ ഗോപുശേ? ഗോപുവിന് പിന്നെ മമ്മീനെ കാണണമെന്ന് ഇപ്പൊ നല്ല രീതിക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ മമ്മി എന്തായാലും ഈ അടുത്ത് വരും. ഈ അടുത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മമ്മീനെ കണ്ടു കഴിഞ്ഞാൽ വേറെ കുറൊക്കെ റെഡിയാണെന്നാണ് കുറെ പേര് പറയണത്. അപ്പൊ പിന്നെ നമ്മളത് കണ്ടിരിക്കാൻ പാടില്ലല്ലോ. അല്ല ഗോപു, അല്ല ഗോപുജി, അല്ലേ? ഇപ്പൊ നമ്മള് ഈ ഉള്ളിലത്തെ എല്ലാ കേജുകളെല്ലാം നമ്മൾ മാറ്റിയിട്ടേക്കാം, എല്ലാം പുറത്തേക്ക് ഇട്ടേക്കാം. അപ്പൊ അത് കാരണം കൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതെ അപ്പൂജി എന്താണ് അപ്പൂസിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വിളിക്കണ എന്താ പറയാ റൂമിൽ നിന്ന് വിളിക്കുമ്പോഴേ അവ ഉള്ളിൽ കിടന്ന് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഹൈപ്പർ ആയിക്കൊണ്ടിരിക്കുക. അല്ല അപ്പൂസൻ ഞാൻ പിന്നെ ആരും എടുക്കാൻ സമ്മതിക്കില്ല കേട്ടോ. നമ്മുടെ ഗോപു ഞാൻ ആരും എടുക്കാൻ പാടില്ല, അവനെ മാത്രം എടുക്കാനേ പാടുള്ളൂ. അല്ല ഗോപുവിന് പിന്നെ അങ്ങനെ നല്ല കുശുമ്പുള്ള കാരണം കൊണ്ട് കുഴപ്പമില്ല അല്ലേ. പിന്നെ വേറൊരു ഹാപ്പി ന്യൂസ് ഉണ്ട്. ഞങ്ങള് ഒരു നേർച്ച നേർന്നുണ്ടായിരുന്നു. അത് എത്രയും പെട്ടെന്ന് പോവും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞ് വാക്സിനേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോവും. വേറൊന്നല്ല, നമ്മുടെ കണ്ണൂർക്ക് നമ്മുടെ ഇവിടേക്ക് നമ്മൾ പോകുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കാരണം കൊണ്ട് എന്താ പറയാ, ഇതെല്ലാം മാറിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്തായാലും ഇവനെയും കൊണ്ട് നമ്മുടെ കണ്ണൂര് നമ്മുടെ മുത്തപ്പന്റെ അവിടേക്ക് നമ്മൾ പോവാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്തായാലും വൈകാതെ പോകും. അപ്പൊ എന്തായാലും നമ്മൾക്ക് പുറത്തേക്ക് ഇറങ്ങാം, പുറത്തുള്ള മക്കളുടെ വിശേഷങ്ങളിലേക്ക് ഇറങ്ങാം. ഇവരിപ്പോ എല്ലാവരും ഇപ്പൊ ഇവിടെ നിലവിലാണ്. അപ്പൊ ബൈ അങ്ങോട്ട് പോക്കോ. അപ്പൊ എല്ലാരും നമ്മുടെ അകത്ത് 4 പേര് എല്ലാരും കണ്ടില്ലേ, എല്ലാരും ഹാപ്പി ആയില്ലേ. പിന്നെ ഇന്നലെ വീഡിയോയുടെ താഴെ 2-3 കമന്റ് കണ്ടു, അമ്മ കുഞ്ഞ് എവിടെയാണ്. അമ്മ കുഞ്ഞ് ഇവിടെ ഉണ്ട്, കണ്ടോ, നല്ല ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. നല്ല കുറുമ്പി പെണ്ണായിട്ട് ഇരിപ്പുണ്ട്, കണ്ട, നല്ല ഗുഡ് ഗേളായിട്ടാണ് ഇരിക്കണേ. അപ്ഡേഷൻസ് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞിനെ ഇപ്പൊ നിലവിൽ പാരലൈസ് തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ മാക്സിമം നോക്കുന്നുണ്ട്. പക്ഷെ ഈ കുഞ്ഞിന്റെ അവസ്ഥ കഴിഞ്ഞല്ല കേട്ടോ. ഈ കുഞ്ഞ് കുറെയൊക്കെ തന്നെ നടന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ അടി കുഞ്ഞിനെ നല്ല രീതിക്ക് പേടി നല്ല രീതിക്കുണ്ട്. കാരണം ഞങ്ങൾ അന്ന് ഫസ്റ്റ് ടൈം എടുക്കാനായിട്ട് പോയപ്പോൾ ആ ഏരിയയിലുള്ള എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് ഇവളെ ഞാൻ എടുക്കുന്നത്. കാരണം അതേപോലെ ഓളിയും തിക്കും തിരക്കായിരുന്നു. അല്ല ഡിസുന്ദരിയെ ഇതിനേക്കാളും വലിയ ഓളിയും തിക്കും തിരക്കായിരുന്നു വന്നു. അതെ, ക്ലിയർ ആയിട്ട് കണ്ടോ, നമ്മുടെ ഗോപുവിന്റെ പുതിയ ഗേൾഫ്രണ്ട് ആണ് അല്ലേ. പേരെന്തായാലും ഗോപികാന്ന് എന്തായാലും ഞാൻ ഇടണില്ല കേട്ടോ. വേറെ നല്ലൊരു പേര് എന്തായാലും നമ്മൾ സെറ്റാക്കും. ഗോപു അങ്ങനെ കുറെ പേരുകൾ നമുക്ക് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ പുതിയ ആള് അഗ്രസീവ് ഒക്കെ മാറി ഏറെക്കുറൊക്കെ റെഡിയായി. നമ്മൾ ഇന്ന് ഡോക്ടറെ വെറ്റിനറി കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഈ ഒരു കുഞ്ഞിനെയും പിന്നെ ഈ സുണ്ടറമണിയെയും കൊണ്ട് നമ്മൾ പോയിണ്ടായിരുന്നു വെറ്റിനറിയിലേക്ക്. അപ്പൊ പോയപ്പോ ഡോക്ടർ പറഞ്ഞത് കുഞ്ഞിക്ക് കുഴപ്പമൊന്നുമില്ല. അതുപോലെ ഈ കുഞ്ഞിനെ നമ്മൾ നാളെയും കൂടെ നമ്മൾ വാക്സിൻ അല്ല ആന്റിബയോട്ടിക്സ് ഉണ്ട്. അത് മാത്രമല്ല നമ്മുടെ പുതിയ കുഞ്ഞ് നമ്മുടെ ഷിറ്റ്സു, ഈ കുഞ്ഞിനെ നമ്മൾ പേരിട്ടിട്ടില്ല കേട്ടോ. പേര് ഇത്ര അവര് ഇട്ടിരുന്ന പേര് ബ്രൗണി എന്നായിരുന്നു. എനിക്ക് തോന്നണില്ല ബ്രൗണി എന്നുള്ള പേര് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു. കാരണം ആ കുഞ്ഞ് അത്രത്തോളം അനുഭവിച്ചിട്ടുണ്ട്. മനുഷ്യന്മാരെ തീരെ കണ്ടിട്ടില്ല, ആ ഒരു രീതിക്കായിരുന്നു. അപ്പൊ എന്തായാലും ഈ കുഞ്ഞിനെ നമുക്ക് വഴിയെ നമുക്ക് പേരിടാം. ആദ്യം ഇവനൊന്ന് ഇവിടുത്തെ ആൾക്കാരൊക്കെ ആയിട്ട് ഇവിടുത്തെ ക്ലൈമറ്റ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആവട്ടെ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പാപ്പുവിന്റെ ഒപ്പം എന്തായാലും ഓടിച്ചാടി കളിച്ച് നടക്കും, അതെന്തായാലും ഉറപ്പാണ്. ഇനി നമ്മുടെ ബാക്കിയുള്ള പിള്ളേർക്ക് ഇപ്പൊ ശരിക്കും പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പ്ലേ ടൈമാണ്. ഇപ്പൊ സമയം 5:30 ആയി. 5:30 നമ്മളെല്ലാവരും കളിക്കാൻ വേണ്ട സമയമാണ്. എല്ലാവരും വിളിക്കേണ്ട സമയമായിട്ടാ. അപ്പൊ ബൈ. അയ്യോ ബൈ. ബാ എല്ലാവർക്കും അതെ അവിടെ അപ്പവും ജിമ്മിയും തമ്മില് വലിയ ചർച്ചയില്ല. എന്താ അവിടെ അങ്ങോട്ട് പോ ജിമ്മി.
ആ എന്ത് എന്ത് ജിമ്മി കാണുന്ന പോലെ അല്ല കേട്ടോ, ജിമ്മി ഭയങ്കര ടെമ്പറാണ്. ഈ അത് വേറെ ഒന്നും കൊണ്ടല്ല, അപ്പൂസിന്റെ കയ്യിൽ നിൽക്കുന്ന കാരണം കൊണ്ട്. ഇതാണ് ജിമ്മിനെ എപ്പോഴും അഴിച്ചു വിട്ടാനുള്ള അവസ്ഥ. കണ്ടില്ലേ, ഇത് ശരിക്കും പറഞ്ഞ സീനാണ് ശരിക്കും. ആദ്യം നമ്മുടെ ഓവറായിരുന്നു. ഞാൻ എന്തായാലേ ഇവനെ ലോക്ക് ചെയ്തിട്ട് വരാം, ഇല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണി പാടും. നമ്മള് എല്ലാവരും എന്താ പറയാ, ഇപ്പൊ ജിമ്മി ഇത്ര നാളും ഒരു കുഴപ്പമുണ്ടായില്ല, പക്ഷെ ഇപ്പൊ നല്ല രീതിക്ക് ക്യാരക്ടർ മാറി തുടങ്ങി. അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഇവന് ശരിക്കും നമ്മുടെ വിക്കിമോനായിട്ടാണ് ശരിക്കും പറഞ്ഞ പ്രശ്നം. അയ്യോ ഇതേ കണ്ടില്ലേ, കൈ കണ്ടോ, വിക്കി കൈ നല്ല രീതിക്ക് പൊളിഞ്ഞു. വിക്കി മാത്രമല്ലേ, ഇവര് മൂന്നാളും ശരിക്കും ഞാൻ വിക്കിയും ജിമ്മിയും തമ്മിൽ അങ്ങനെ അധികം പ്രശ്നമില്ല. പക്ഷെ എന്നിരുന്നാലും ഇടയ്ക്ക് ഒരു പ്രശ്നമുണ്ട്. അത് പേടിക്കാനൊന്നുമില്ല കേട്ടോ, അത് സ്വാഭാവികമായിട്ട് അതങ്ങനെ ഇതാക്കണത്. ആമിക്ക് സ്വതവേ പേടിയുള്ള കാരണം കൊണ്ടാണ്. പിന്നെ ഈ വീഡിയോ കാണുമ്പോൾ ആരും വിചാരിക്കരുത് എന്താ പറയുക, നമ്മൾ എല്ലാവരും കൂട്ടക്കടിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. കുറേയൊക്കെ ഇവരെ കളി കാര്യങ്ങളാണ്. പക്ഷെ നേരത്തെ ജിമ്മിച്ചന്റെ കാര്യം കയ്യിൽ പോയതാണ്. കാരണം വിക്കിയും ഇതായിട്ട് ഇപ്പം ഇന്നലെ തൊട്ട് ഇച്ചിരി വിഷയമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം അത് കാരണം കൊണ്ടാണ് എല്ലാവരും കൂടുതൽ നമ്മൾ കഴിഞ്ഞ വട്ടം ഉണ്ടായിരുന്നു നമ്മുടെ ഡോബറും ഇവരും തമ്മിൽ. ശരിക്കും പ്ലേ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒരുമിച്ച് അഴിച്ചു വിടണം. ഒരു തവണ അഴിച്ചു വിട്ടതിൻ്റെ ക്ഷീണം മാറിയിട്ടില്ല. മാറിയ ഒരു ഇത് കാരണം കൊണ്ടാണ് കഴിഞ്ഞ വട്ടം നമ്മുടെ ഡോബറും ജെറീനെ പിടിച്ച് അടിച്ചത്. ഇന്നിപ്പോൾ നമ്മളിനി എന്തായാലും ഇന്നൊരു കാര്യം പഠിച്ചു, ജിമ്മിച്ചനെ എല്ലാവരും കൂടെ അഴിച്ചു വിടാൻ പറ്റില്ല. അവന് സെപ്പറേറ്റ്, അവനെ ഓൾറെഡി ഫുൾ ടൈം അല്ലെങ്കിൽ അഴിച്ചു വിട്ട് അവനെ എന്താ പറയുക, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മാത്രമേ നമ്മൾ ലോക്ക് ചെയ്ത് ഇടാറുള്ളൂ. പക്ഷെ ഇന്ന് എന്താ സംഭവിച്ചതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. എന്തായാലും അയ്യോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കഥപ്പായി. വേറെ ഒന്നല്ല, നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാരൊക്കെയാണ് തമ്മിൽ ഫൈറ്റ് ഉണ്ടാവണേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ വിശേഷങ്ങൾ. ഇപ്പൊ ശരിക്കും പറയണമെങ്കിൽ എല്ലാവർക്കും പഴയ ആ ഒരു എനർജി കിട്ടിയ കാരണം കൊണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കടിയെന്ന് വെച്ചാൽ അത്രയും ഇതായിട്ടുള്ള കടിയല്ല, പക്ഷെ എന്നിരുന്നാലും കളിക്കുന്നതാണ്. പക്ഷെ ജിമ്മിയുടെ ഒഴിച്ച് ബാക്കി നമ്മുടെ സാഷ ആമി പെണ്ണിനെ ഇതാക്കിയത് വേറെ ഒന്നും കൊണ്ടല്ല, അവര് തമ്മിൽ അങ്ങനെയാണ്. അങ്ങനെ എന്താ പറയാ, സ്കൂബി ആണെങ്കിലും ഇടയ്ക്ക് നമ്മുടെ ആമി പെണ്ണിന് ഇടിച്ചിടണ കാണാം, ഇടിച്ചിട്ടിട്ട് ഇങ്ങനെ കളിക്കണ കാണാം. ആമി അപ്പേക്ക് എന്നിട്ട് പറയാം ഓടിട്ട് അയ്യോ എന്ന് പറഞ്ഞിട്ട് കയറുന്ന ഓടിണ കാണാം. പിന്നെ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആമി പെണ്ണിനെ നമ്മൾ അഡോപ്ഷൻ കൊടുക്കണ കാര്യം. അങ്ങനെ ഒന്ന് ആൾക്കാർ ചോദിച്ചു എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ കേട്ടോ. ആമി പെണ്ണിനെ നമ്മൾ കൊടുക്കില്ല, അത് വേറെ കാര്യം. ആമി പെണ്ണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വത്തുമണിയാണ്. അല്ല ആമി പെണ്ണെ ആമി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്വത്തുമണിയാണ്. നമ്മൾ അങ്ങനെ ഒന്നും കൊടുക്കുന്നത്. ഇന്നിപ്പോ ഒന്ന് ഉരുണ്ട് കളിച്ചതിൻ്റെയാണ് മേലെ നിറച്ച് അഴുക്ക് കണ്ടോ സുന്ദരി മുന്നിൻ്റെ അഴുക്ക് കണ്ടോ. അപ്പോ ആരും ആമീനെ ചോദിച്ചാൽ ആരും വിളിക്കണ്ട എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്, ആമീനെ കൊടുക്കാനല്ല. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ വിശേഷങ്ങൾ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നത് വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഇവരൊന്നും നമുക്ക് ഇപ്പോൾ പുറത്തിറക്കാൻ പറ്റാത്ത അവസ്ഥയാട്ടോ. ഇവരൊന്നും നമ്മൾ പുറത്തിറക്കില്ല. ഇപ്പൊ ഇവരുടെ ഫ്ലൈ ടൈമാണ്. എസ്പെഷ്യലി നമ്മുടെ അപ്പൂസിനെ പെട്ടെന്ന് ഇടാനും പറ്റില്ല, കാരണം അപ്പൂസും സീനാണ് ജിമ്മിച്ചനായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ. നല്ല രീതിക്ക് വാൻ എടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ കയ്യ് ജിമ്മിയുടെ ജിമ്മിയുടെ പല്ലാന്ന് തോന്നുന്നുണ്ട്. നല്ല രീതിക്ക് വാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ വിശേഷങ്ങൾ. ഇനി എന്തായാലും എല്ലാവരും ഒരുമിച്ച് കളിക്കാനായിട്ട് വിടണ വീഡിയോ ചോദിക്കുന്ന ആൾക്കാരോട് വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ നമ്മൾ പുറത്തേക്ക് വിടുള്ളൂ. ഇതൊക്കെ കാരണം കൊണ്ടൊക്കെ തന്നെയാണ്. പക്ഷെ ഇന്ന് നടന്നത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. അപ്പോൾ എന്തായാലും നാളെ ഞങ്ങൾ പുതിയ വിശേഷമായിട്ട് വരാം. അപ്പോൾ ബൈ.